അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഒരു ഗൗരവമേറിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ്. അപ്പം പുറത്ത് നല്ല മഴയുണ്ട്, അതിന്റെ നോയ്സ് അത്യാവശ്യം കയറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മൾ 2 ദിവസമായിട്ട് എന്താ പറയുക, നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസമായിരുന്നു ഇന്നലെ. പക്ഷെ എല്ലാ ആൾക്കാരും ആ ഒരു ജൂലൈ 16-ാം തീയതി പക്ഷെ എല്ലാ ആൾക്കാരും എന്താ പറയാ, അവര് വധശിക്ഷ അതൊന്ന് നീട്ടി വെച്ചെങ്കിൽ അല്ലെങ്കിൽ അത് ഇല്ലാതിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ച അനേകായിരം ആൾക്കാരുണ്ടാവും അല്ലേ ഫൈസൽക്ക? പക്ഷെ ഇന്നലെ നമ്മളെ കൃത്യമായിട്ട് അതിനൊരു എന്താ പറയാ ഇടപെടൽ അതിലുണ്ടായി. നമ്മളെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ മൂലം. അത് കാരണം എന്ന് വെച്ചാൽ നയതന്ത്ര തലത്തിൽ, അതായത് കേന്ദ്രം ഇടപെട്ടിട്ട് പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തിടത്ത് കാന്തപുരത്തിനെ പോലെ ഒരു മതപുരോഹിതന് പണ്ഡിതന് അത് സാധ്യമായി. അതിന് കാരണം അതിന്റെ ഒരു യമൻ എന്ന് പറഞ്ഞ രാജ്യവും രാജ്യത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും ഒക്കെയാണ്. അവിടെ ഇപ്പോൾ ഒരു ഭരണ ഒരു സിസ്റ്റം നിലവിലില്ല. അവിടെ വിഭജിക്കപ്പെട്ട അവിടെ ഒരു യുദ്ധാന്തരീക്ഷമാണ് ഉള്ളത്. അപ്പം അവിടെയാണ് ഈ ഹൂതികളുടെ സ്വാധീന മേഖലയിലാണ് ഈ നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കേണ്ട കാര്യങ്ങളും പ്രാദേശിക ഭരണകൂടവും കോടതിയും ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു. സ്വാധീന മേഖല അവിടെയാണ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് അവിടുത്തെ ഒരു സൂഫി വര്യനുമായിട്ടുള്ള കാന്തപുരത്തിന്റെ ഒരു വ്യക്തിബന്ധം, അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാധീനം കൃത്യമായിട്ട് ഇവിടെ ഉപയോഗിക്കപ്പെടുകയും അവരുടെ വധശിക്ഷ താൽക്കാലികമായി നീട്ടി വെക്കപ്പെടുകയും സംഭവിച്ചു. അത് വളരെ സന്തോഷം നൽകുകയും ഒപ്പം വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ്. അത് നമുക്ക് അതിലേക്ക് പിന്നെ വരാം. ഇപ്പോൾ ഉള്ള ഒരു വിഷയം, ഇതൊരു കണ്ടന്റ് ആക്കാൻ നമ്മൾ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് അല്ലേ? ഇന്നൊരു ആശങ്കയുള്ളൊരു വാർത്ത നമ്മൾ കേട്ടു. ഇന്നലെ ആശ്വാസമുള്ള ഒരു വാർത്തയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്നുള്ളത്. ഇന്ന് അതേ നിമിഷം സോഷ്യൽ മീഡിയയിലൂടെ ഈ തലാൽ മെഹദി എന്ന് പറയുന്ന കൊല ചെയ്യപ്പെട്ട ഫാമിലിയുടെ ഭാഗത്തു നിന്ന്, അതായത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ നിമിഷപ്രിയക്ക് മാപ്പ് നൽകില്ല എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നാച്ചുറലി ആ വധശിക്ഷ നടപ്പാക്കപ്പെടുന്നു വേണം നമ്മൾ അനുമാനിക്കാൻ. അത് തീർത്തും ദൗർഭാഗ്യകരമായി പോകും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. അബ്ദുറഹീമിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ എന്താ പറയാ, ഒരു മലയാളി അക്കാര്യത്തിൽ എന്നും പൊളിയാണ്, ഒരു രക്ഷയല്ല. ഭയങ്കര ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് അഭിമാനം തോന്നുന്ന നിമിഷം അതാണ് നമ്മൾ പറയാ. ഒരു കണ്ടന്റ് ആക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം അതാണ്. ഇവിടെ നിമിഷപ്രിയ എന്ന് പറഞ്ഞ സഹോദരിക്ക് വേണ്ടി ഇസ്ലാമിക പണ്ഡിതനായ വളരെ മതപുരോഹിതനായ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെടുന്നു. അത് വേണ്ട വിധത്തിൽ അത് ഫലപ്രദമായി തീരുന്നു. അത് എന്താ പറയാ, ആ കേസ് താൽക്കാലികമായി നീട്ടിവെക്കുന്നു. ഇന്നലെ നടപ്പാക്കേണ്ട വിധി നീട്ടിവെച്ചിരിക്കുന്നു. അത് എത്രത്തോളം അത് വിജയകരമാവുന്നുള്ളതൊക്കെ അറിയില്ല. അതിന്റെ ഇപ്പൊ ഇന്നത്തെ വാർത്തയും കൂടെ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്ത നമുക്ക് കേട്ട് അല്ലേ? അപ്പൊ നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് ഒരു ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കെ തന്നെ നമുക്ക് ഒരു മലയാളി എന്ന നിലയിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിന്റെ പേരിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് മുഖത്ത് കിട്ടിയ പ്രഹരമായിരുന്നു ഇന്നലത്തെ ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഇടപെടല്. പക്ഷെ ഇങ്ങനൊരു ഇടപെടലിൽ അവിടെ നീട്ടിവെച്ചതിന്റെ ഇത് ക്രെഡിറ്റിന്റെ പേരിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ. അദ്ദേഹം വളരെ ഇതിന്റെ എന്താ പറയാ, ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ അദ്ദേഹത്തിന്റെ മകന് വളരെ കാര്യപ്രാപ്തിയുള്ളൊരു മനുഷ്യനാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, രാഷ്ട്രീയ നേതാവിനെ നമ്മൾ നോക്കിക്കാണുന്ന വളരെ ആൾക്കാർ എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള മനുഷ്യത്വപരമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇതിൽ എത്രത്തോളം നയതന്ത്രപരമായി, അതായത് രാജ്യങ്ങൾ, യമൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല രാജ്യം, നേരത്തെ കൃത്യമായിട്ട് അവിടെ ഒരു കേന്ദ്രത്തിൽ നിന്ന് മോഡിക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് നേതാക്കന്മാർക്കോ ഇടപെട്ട്, ഇപ്പൊ ഗവർണർ ത്രൂ ആണ് അവിടെ നിരന്തരമായിട്ട് അവര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അതിലൂടെയുള്ള വിജയമാണ് ഇത്. ഇപ്പൊ തൽക്കാലം നീട്ടിവെച്ചെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. മറിച്ച് കാന്തപുരത്തിന്റെ അദ്ദേഹത്തിന്റെ അവിടെ യമൻ അവിടുത്തെ ഒരു സൂഫി വര്യനുമായിട്ടുള്ള മറ്റേ കാന്തപുരത്തിന്റെ വ്യക്തിബന്ധം വളരെ ഉപകാരപ്രദമായി, അങ്ങനെ ആ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടായിരിക്കാം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പൊ താൽക്കാലികമായി നീട്ടിവെച്ചിരിക്കുന്നത് വളരെ സന്തോഷം നൽകുന്നു, അഭിമാനം നൽകുന്നു. അത് അഭിമാനം എടുത്തു പറയാൻ കാരണം ഇത് ഈ മതത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പോലത്തെ ഒരു മതപണ്ഡിതനോട്, കാന്തപുരത്തിനോട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. ആ മനുഷ്യന് തേജസ്സുള്ള മുഖം, ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ട. നിമിഷപ്രിയ എന്ന സഹോദരിക്ക് വേണ്ടി അദ്ദേഹം ഇടപെടുന്നു. ഇവിടെ മതം പറഞ്ഞ് ആ പേര് പറഞ്ഞ് അതൊരു വളരെ അശ്ലീലം നിറഞ്ഞൊരു പ്രയോഗമാണുകൊണ്ട് ഞാനത് പറയുന്നില്ല.
പക്ഷെ നിമിഷപ്രിയക്ക് വേണ്ടി കാന്തപുരം ഇടപെടുന്നതാണ് അതിൻ്റെ ഒരു ഏറ്റവും മനുഷ്യത്വപരമായും മനോഹരമായ മതഭ്രാന്ത് നിറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് അതേപോലെ തന്നെയാണ് പറയാതിരിക്കാൻ പറ്റുന്നത് നമ്മള് അവിടെയാണ് അതാണ് അതും കൂടി കൂട്ടി റഹീമിന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് ഞാൻ പേര് വെച്ചിട്ടാ പറയുന്നത് മറ്റു തലത്തിൽ അതിനെ കുറിച്ച് ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം ബോബി ചെമ്മണ്ണൂർ അതിന് മുന്നേ റഹീം വധക്കേസിന് ബ്ലഡ് മണി സ്വരൂപിക്കാൻ വേണ്ടി ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പക്ഷെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഒരു ക്രൗഡ് പുള്ളർ വന്നിട്ട് അത് ഏറ്റെടുക്കുക അതിന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അത് ശരിക്കും ആളുകളിലേക്ക് റീച്ച് ആവുന്നതും ആ ഫണ്ട് കൃത്യമായിട്ട് ആളുകളിലേക്ക് സ്വരൂപിക്കാൻ പറ്റിയതും അപ്പോഴും കേരളം മനോഹരമായി തീരുകയാണ് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിലെ ഒരു പൊട്ടാണ് ഒരു തുരുത്താണ് ഇന്ത്യയുടെ ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് നല്ല മനുഷ്യന്മാര് അവിടെ ഈ മാലിന്യങ്ങൾക്ക് ചാണകങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതസ്പർദ്ധകൾ സൃഷ്ടിക്കപ്പെടുന്ന എന്തോ ആവട്ടെ പല രീതിയിൽ ഞാൻ പറയുന്നുണ്ട് മനുഷ്യനാണ് എന്ന് തെളിയിച്ചു തന്നതാണ് ഈ രണ്ട് വിഷയങ്ങൾ മതം അവനവന്റെ വിശ്വാസം അവനവന്റെ ഹൃദയത്തിലാണെന്ന് എത്ര മനോഹരമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുവന്നുണ്ട് എത്ര മതം അവനവന്റെ ഹൃദയത്തിലാണ് മനുഷ്യനെ വിദ്വേഷത്തോടെ നോക്കിക്കാണുക ഇതര മതസ്ഥനോട് മതസ്ഥനെ അകറ്റി നിർത്തുന്ന രീതിയിലുള്ള ഇത്തരം പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവർക്ക് ഏറ്റ പ്രഹരമായിരുന്നു ഇന്നലത്തെ ആ കാന്തപുരത്തിന്റെ ഇടപെടലും ഇതൊക്കെ അതാണ് നമ്മൾ ഇന്ന് ടോപ്പിക് ആക്കുന്നത് നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ പ്രത്യേകിച്ച് വധശിക്ഷ പോലുള്ള കടുത്ത നടപടി ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നാ പറയാ അത് നടപ്പിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സമാനതകളില്ലാത്ത വെട്ടി 110 കഷ്ണാക്കി ആ സ്ഥാപനത്തിന്റെ റൂഫ് ടോപ്പിൽ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു എന്നാ പറയുന്നത് അത്തരത്തിലൊരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും അവര് മോചിപ്പിക്കപ്പെട്ട് ഇവിടെ നാട്ടിൽ സർവ്വസാധാരണക്കാരനെ പോലെ നടക്കേണ്ട ആളല്ല ശിക്ഷിക്കപ്പെടണേ വേണം പക്ഷെ അത് വധശിക്ഷ എന്ന് പറയുമ്പോഴത്തേക്കാണ് അതിനോട് കുറച്ച് വിയോജിപ്പാണ് അതിന്റെ രാഷ്ട്രീയം വേറെ അതിങ്ങനെ പറഞ്ഞു തന്നെ വേറെ നീണ്ടുപോകും നമ്മുടെ സമയമാണ് അധികരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവരെ ജീവൻ നീട്ടി കിട്ടുകയും അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാരാഗൃഹവാസം അത് ആജീവനാന്ത കാലത്തേക്കാണ് അങ്ങനെ കാരാഗൃഹവാസം അവർ അർഹിക്കുന്നുണ്ട് നമ്മളെല്ലാ വശവും ചിന്തിക്കണമല്ലോ അപ്പൊ അവര് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നിരപരാധിയായിരിക്കാം ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല ആ കൊലക്കയറിൽ നിന്ന് തൂക്കുകയറല്ല അവിടുത്തെ രീതി ശിക്ഷാവിധി വെടിവെച്ച് കൊല്ലാന്നൊക്കെ പറയുന്നുണ്ട് പല രീതിയിലാണ് ഓരോ രാജ്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ പല അവിടെയാണ് ഞാൻ ഇന്നലെ നിമിഷപ്രിയയുടെ ന്യൂസിൽ കണ്ടു നിമിഷപ്രിയയുടെ അമ്മയുടെ ആ സംസാരം വളരെ ഹൃദയവേദന ഉണ്ടാക്കുന്നതാണ് അവര് ഒരു അമ്മയുടെ മനസ്സ് നമുക്ക് അപ്പൊ ഒരു പെടച്ചിൽ ഇങ്ങനെ ഉള്ളിലുണ്ട് അപ്പൊ അവർ ഫാമിലിനെ ഓർത്തിട്ടെങ്കിലും നിമിഷപ്രിയ രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് മനസ്സിലായില്ലേ സംഭവിക്കട്ടെ ആ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എല്ലാവരും പ്രാർത്ഥനയോടെ അതിൽ നിന്ന് തലാൽ മെഹദീന്റെ കുടുംബത്തിന് ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് പഠിച്ചവർക്ക് കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന് നിമിഷപ്രിയ അവർക്ക് നഷ്ടപ്പെട്ടതിന് പകരാവില്ല ഒന്നിനും പകരാവില്ല ആർക്കും ഒന്നിനും പകരാവില്ല അത്രേ ഉള്ളൂ എല്ലാവരും സംസാരിച്ച് അവര് എന്താ പറയാ ആരെങ്കിലും ഇടപെട്ടിട്ട് അവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവർ നാട്ടിലേക്ക് എത്തട്ടെ എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കാം അല്ലെ ഓക്കെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും